ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. അനദർ ഡേ ഇൻ പാരഡൈസ്, ഫിൽ കോളിൻസിൻ്റെ അനദർ ഡേ ഇൻ പാരഡൈസ്. ഈ ഒരു പോമിൻ്റെ സമ്മറി, അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. Another Day in Paradise is a thought-provoking song by Phil Collins that highlights the struggles of homelessness and societal indifference. The song's narrative revolves around a homeless woman pleading for help while a passerby deliberately ignores her, symbolizing the general apathy prevalent in society. The song's refrain, "Oh, think twice, it's another day for you and me in paradise," emphasizes the contrast between the privileged and the poor, urging listeners to reflect on their actions and show compassion. അപ്പോൾ എന്താ പറയുന്നത്, അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്നത് ഫിൽ കോളിൻസിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള സോങ് ആണ്. അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? സ്ട്രഗിൾസ് ഓഫ് ഹോംലെസ്നെസ്, അല്ലേ, ഒന്നുമില്ലാത്തവർക്ക് ഇറങ്ങാൻ ഒരു വീടോ പോകാനൊരു ഇടമോ ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഫിൽ കോളിൻസ് ഈ സോങ്ങിലൂടെ പറയുന്നത്. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത്, സൊസൈറ്റൽ ഇൻഡിഫറൻസ്, ഉള്ള ആൾക്കാരുടെയും ഇല്ലാത്ത ആൾക്കാരുടെയും തമ്മിലുള്ള അന്തരവും ഇവിടെ പറയുന്നുണ്ട്. ഈ സോങ്ങിൽ എന്താ പറയുന്നത്, സോങ്ങിൽ ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്. ആ സ്ത്രീക്ക് എങ്ങോട്ടും പോകാനില്ല, അല്ലേ. ആ സ്ത്രീ ഭയങ്കര തണുപ്പാണ്, പക്ഷേ അവർക്ക് രാത്രി കയറി കിടക്കാൻ ഒരിടമോ ഒന്നും തന്നെ ഇല്ല. അവർ ഹെൽപ്പിന് വേണ്ടിയിട്ട്, ഒരു സഹായത്തിന് വേണ്ടി ആളോട് ചോദിക്കുന്നുണ്ട്, അല്ലേ, പക്ഷേ ആരും തന്നെ അവരെ ശ്രദ്ധിക്കുന്നില്ല, ആരും അവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്നുമില്ല, അല്ലേ. അപ്പോൾ ഈ സോങ്ങിലൂടെ അദ്ദേഹം എന്താ പറയുന്നത്, ഈ ഭൂമി എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണല്ലേ, ഒരുപോലെ ഉള്ളതാണ്. നമ്മൾ ആരും എല്ലാ കാലത്തും ഈ ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ അവസ്ഥ കൂടി മനസ്സിലാക്കി അവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കാനാണ് പറയുന്നത്. മറ്റുള്ളവരോടൊരു കമ്പാഷൻ, ദയയും അനുകമ്പയൊക്കെ കാണിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ദ സോങ്സ് തീം റിവോൾവ്സ് അറൗണ്ട് ഹോംലെസ്നെസ് ആൻഡ് സോഷ്യൽ ഇൻഇക്വാലിറ്റി, ഹൈലൈറ്റിംഗ് ദി സ്ട്രഗിൾസ് ഓഫ് ദോസ് ലിവിംഗ് ഓൺ ദ സ്ട്രീറ്റ്സ്. The lyrics encourage listeners to think about the harsh realities faced by the less fortunate and to consider humanity in those situations. The song had a significant impact upon its release, bringing attention to issues of poverty and homelessness. Another Day in Paradise എന്ന് പറയുന്നത് ഫിൽ കോളിൻസിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അതിൻ്റെ ലിറിക്സ്, അതിൻ്റെ വരികൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? വീടില്ലാത്ത ആൾക്കാരുടെയും അതുപോലെ തന്നെ സോഷ്യൽ ഇൻഇക്വാലിറ്റി, സമൂഹത്തിൽ ഉള്ള എന്താ പറയുക, ഉയർന്ന നിലയിൽ നിൽക്കുന്നവരും താഴേക്കിടയിലുള്ളവരും തമ്മിലുള്ള അന്തരമൊക്കെയാണ് ഏത് കാണിക്കുന്നത്, ഈ ഒരു സോങ് കാണിക്കുന്നത്. തെരുവിൽ ജീവിക്കുന്ന ആൾക്കാരുടെ സ്ട്രഗിള്, അവരുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഈ സോങ്ങിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അതിൻ്റെ ലിസണേഴ്സിന്, ഈ സോങ് കേൾക്കുന്നവരോട് അദ്ദേഹം പറയുന്നത് എന്താണ്, ദരിദ്രരായുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ എന്താണ്, ഒരു കിടന്നുറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാത്ത ആൾക്കാരുടെ കണ്ടീഷൻ, അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരോട് എന്താണ്, അനുകമ്പയോട് കൂടി, കമ്പാഷനോട് കൂടി, സ്നേഹത്തോടു കൂടി പെരുമാറാനാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ദ വുമൺ ഇൻ ദ സ്ട്രീറ്റ് റിയലി നീഡ്സ്. ആ തെരുവിലെ സ്ത്രീക്ക് ശരിക്കും എന്താ വേണ്ടത്? ദ വുമൺ ലൈക്ലി നീഡ്സ് ബേസിക് നെസസിറ്റീസ് ലൈക്ക് ഷെൽട്ടർ, ഫുഡ് ആൻഡ് കമ്പാഷൻ. ഇറ്റ് ഈസ് ടു കോൾഡ് ആൻഡ് ഷി ഹാസ് നോ വേർഡ് ടു സ്ലീപ്പ്, അല്ലേ. അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് ബേസിക് നെസസിറ്റീസ് ആയ, സാധാരണ ആൾക്കാർക്ക് ജീവിക്കാൻ അത്യാവശ്യമായ കാര്യങ്ങൾ എന്താണ്? ഫുഡ്, ഭക്ഷണം, ഷെൽട്ടർ, കിടന്നിറങ്ങാൻ ഒരു സ്ഥലം, അതുപോലെ തന്നെ കമ്പാഷൻ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊരു ദയ അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ ഇല്ലേ, അതിനാണ് കമ്പാഷൻ എന്ന് പറയുക. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്, എന്നിട്ട് പോലും അവർക്ക് കിടന്നുറങ്ങാനോ ആ സമയം ചെലവഴിക്കാനോ അവർക്കൊരു ഷെൽട്ടർ ഇല്ല, ഒരു സ്ഥലമില്ല അവർക്ക് കിടന്നുറങ്ങാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ദ മാൻ റെസ്പോൺസ് ടു ദ വുമൺസ് കോൾ. ആ സ്ത്രീ വിളിക്കുമ്പോൾ ആ മാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് തിരിച്ച്? ദ മാൻ ഇഗ്നോർസ് ഹെർ, വാക്സ് ഓൺ വിത്തൗട്ട് ലുക്കിംഗ് ബാക്ക് ആൻഡ് പ്രിറ്റൻഡ്സ് ഹീ കാൺട്ട് ഹിയർ ഹെർ. He seems embarrassed to be there and starts whistling as he crosses the street. എന്താ പറയുന്നത്? ദ മാൻ ഇഗ്നോർസ് ഹെർ, ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോവുക, അല്ലേ. when walks on without looking back, ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അയാൾ ആ സ്ത്രീയെ കടന്നു പോകുന്നുണ്ട്. ആ സ്ത്രീ പറയുന്നത് അയാൾക്ക് കേൾക്കാനേ ഇല്ല എന്നാണ് അയാൾ പ്രിറ്റൻഡ് ചെയ്യുന്നത്. പ്രിറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭാവിക്കുന്നത്. ഹീ സീം എംബാരസ്ഡ്, അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതിൽ അയാൾക്ക് എന്താണ്, അയാൾക്ക് എംബാരസ്മെൻറ്റ് തോന്നുന്നു, ജാള്യത തോന്നുന്നു. അതുപോലെ തന്നെ ആ സ്ട്രീറ്റ് മുറിച്ച് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കടക്കുമ്പോൾ അയാൾ വിസിൽ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അയാൾ ആ സ്ത്രീയോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വൈ ദ റൈറ്റർ ആസ്ക് അസ് ടു തിങ്ക് ട്വൈസ്. എന്തുകൊണ്ടാണ് റൈറ്റർ ഫിൽ കോളിൻസ് നമ്മളോട് പറയുന്നത് 2 പ്രാവശ്യം ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ?
The writer asks us to think twice because we all have to die sooner or later. When we die, we will have to answer for our indifference to our fellow human beings when we were on the earth. നമ്മളോട് ഒരു കാര്യത്തെ പറ്റി വീണ്ടും ഒന്നുകൂടി ആലോചിക്കാൻ പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാനുള്ളവരല്ല അല്ലേ. ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്താണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഇൻഡിഫറൻസ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാതിരിക്കുകയും അവരെ സഹായം ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വൈ കാൺട്ട് ദ വുമൺ വാക്ക്? എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് നടക്കാൻ പറ്റാഞ്ഞത്? ദ ലിറിക്സ് മെൻഷൻ ഷി ഹാസ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ഹെർ ഫീറ്റ്, ഇറ്റ് പെയിൻസ് വെൻ ഷീ വാക്സ്. അവർ വളരെ അധികം ദൂരം ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാലിൻ്റെ അടിയിലൊക്കെ ബ്ലിസ്റ്റേഴ്സ്, ഈ പൊള്ളലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്ത് നിൽക്കില്ലേ, അതുപോലെയുള്ള കുമിളകൾ പോലെ അവരുടെ കാലിൻ്റെ താഴെയൊക്കെ കാലിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നടക്കുമ്പോൾ വേദനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അധികം നടക്കാൻ പറ്റാഞ്ഞത്. ചോദ്യം, കമൻറ്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു? ഈ ഒരു ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദിസ് ലൈൻ ഹൈലൈറ്റ്സ് ദ സെൻസ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ആൻഡ് ഫ്രസ്ട്രേഷൻ ഫെൽ ബൈ ദോസ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. എന്താ പറയുന്നത്, ഈ ലൈൻ ആരെ പറ്റിയാണ് പറയുന്നത്? ഹോപ്പ്ലെസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഇനി ഒന്നും നല്ലത് സംഭവിക്കാനില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. സ്ട്രീറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ്, അവർക്ക് യാതൊരു ഹോപ്പും ഉണ്ടാവില്ല ജീവിതത്തെ പറ്റിയിട്ട് അല്ലേ. ആ ഒരു അവസ്ഥയാണ് ഈ ലൈൻസിലൂടെ പറയുന്നത്. അവരുടെ ആ ഹോപ്പ്ലെസ്നെയും അവരുടെ ഫ്രസ്ട്രേഷൻ, അവരുടെ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിനെ പറ്റിയും സങ്കടവും ഒക്കെ കൂടി തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് ഈ ലൈനിൽ പറയുന്നത്. ഈസ് നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു, ഇതിനപ്പുറം ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റില്ലേ എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് പറയുന്നത്. അടുത്ത ആറാമത്തെ ചോദ്യമാണ്, വൈ ഈസ് എ വുമൺ ഓൾവേസ് ആസ്ക്ഡ് ടു മൂവ് ഓൺ? എന്തുകൊണ്ടാണ് ആ സ്ത്രീയോട് എപ്പോഴും ഇങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ പറയുന്നത്? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഷീ ഈസ് ലൈക്ലി ബീങ് ആസ്ക്ഡ് ടു മൂവ് ഓൺ ബൈ പീപ്പിൾ who don't want to deal with her situation or don't care. This reflects the broader theme of societal indifference to the homelessness. അല്ലേ, സ്ത്രീയെ അവൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ അവളെ കാണുന്നതായി തന്നെ ഭാവിക്കുന്നില്ല. ഹെൽപ്പ് ചോദിക്കുമ്പോൾ പോലും ആരും അവൾക്ക് സഹായവും കൊടുക്കുന്നില്ല, അവളെ ആരും കെയർ ചെയ്യുന്ന പോലും ഇല്ല. അപ്പോൾ ഇത് എന്തിനെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞിരുന്നത്? നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരോട്, വീടോ ഒന്നുമില്ലാത്ത ആൾക്കാരോട് പെരുമാറുന്നത്, അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, അവരുടെ കണ്ടീഷൻ മനസ്സിലാക്കാതെ അവർ ആട്ടി ഓടിക്കുന്നതിനൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ്, ഡു യു തിങ്ക് ദ വുമൺ ഷോസ് പെർസിവറൻസ്, ഗിവ് റീസൺസ്? ആ സ്ത്രീ, പെർസിവറൻസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിരന്തര പരിശ്രമം എന്നൊക്കെ പറയില്ലേ, വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അതിനെയാണ് പെർസിവറൻസ് എന്ന് പറയുക. ഉത്തരം നോക്കാം. യെസ്, എ വുമൺ ഡസ് ഷോ പെർസിവറൻസ്. ഇവിടെ ആ സ്ത്രീയെ പെർസിവറൻസ് കാണിക്കുന്നുണ്ട്. ഡിസ്പൈറ്റ് ഹാവിങ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ഹെർ ഫീറ്റ് ആൻഡ് ഫീലിംഗ് ഇമ്മൻസ് പെയിൻ വൈൽ വാക്കിംഗ്, ഷീ കണ്ടിന്യൂസ് ടു ട്രൈ ടു മൂവ് ഫോർവേഡ്. ദിസ് ഷോസ് ഹെർ ഡിറ്റർമിനേഷൻ. എന്താ പറയുന്നത്? സ്ത്രീ പെർസിവറൻസ്, അതായത് സ്ഥിരോത്സാഹം, ഒരു കാര്യം നിരന്തരം പ്രയത്നം ചെയ്യുന്നുണ്ട്. അവരുടെ കാലിലൊക്കെ ബ്ലിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, കുമിളകൾ പോലെ വന്നിട്ടുണ്ട്, അത് നടക്കുമ്പോൾ അവർക്ക് വേദനിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ കാര്യമാക്കാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ പ്രയത്നിക്കുന്നുണ്ട്. ഇത് അവരുടെ ഡിറ്റർമിനേഷന്, നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, എട്ടാമത്തെ ചോദ്യം, വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ഈസ് ദ മെസ്സേജ് ഓഫ് ദ സോങ്? ഈ സോങ്ങിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ദ മെസ്സേജ് ഓഫ് ദ സോങ് ഈസ് ടു ഹൈലൈറ്റ് ദ ഇഷ്യൂ ഓഫ് സോഷ്യൽ ഇൻഡിഫറൻസ് ടുവേർഡ്സ് ദ ഹോംലെസ് ആൻഡ് ദ പുവർ. ഇറ്റ് എൻകറേജസ് ലിസണേഴ്സ് ടു ഷോ കമ്പാഷൻ ആൻഡ് എംപതി ടുവേർഡ്സ് ദോസ് ഇൻ നീഡ്, റിമൈൻഡിങ് us that we are all temporary on this earth. എന്താ പറയുന്നത്? ഈ ഒരു സോങ്ങിലെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാണിക്കുന്ന നമ്മുടെയൊക്കെ ആ ഒരു ബിഹേവിയർ അല്ലേ, അവരോടൊരു ദയവും ഇല്ലാതെ ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരോടും പൈസ ഇല്ലാത്ത ആൾക്കാരോടും വീടില്ലാത്ത ആൾക്കാരോടും ഒക്കെ നമ്മൾ പെരുമാറുന്നതാണ് ഈ ഒരു സോങ്ങിൽ മെയിൻ തീമായിട്ട് വരുന്നത്. അത് ലിസണേഴ്സിനോട് എന്താണ് പറയുന്നത്? സ്വന്തം കൂടെ ഈ ഭൂമിയിൽ അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരോട് കുറച്ചുകൂടി ദയയും കരുണയും സ്നേഹവും ഒക്കെ ആവാം എന്നാണ് ഈ പോമിലൂടെ ഫിൽ കോളിൻസ് നമ്മളോട് പറയുന്നത്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ടെമ്പററി ആണ് അല്ലേ, എല്ലാ കാലത്തും നമ്മൾ ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വേണം ജീവിക്കാൻ എന്നാണ് ഈ ഒരു പോമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സോങ്ങിൻ്റെ മെസ്സേജ് വരുന്നത്. ഓക്കെ,
The man's action revealed the general attitude of society towards the homeless. അവിടെ ആളെ സ്ത്രീ വിളിച്ചപ്പോൾ അയാളത് കേൾക്കാത്ത പട്ടിലാണ് പോയത്. അത് ഈ ഒരു സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ ജനറൽ ആറ്റിറ്റ്യൂഡിനെയാണോ കാണിക്കുന്നത്, അവരുടെ പെരുമാറ്റത്തെയാണോ കാണിക്കുന്നത്? നോക്കാം ആൻസർ. യെസ്, ദ മാൻസ് ആക്ഷൻ റിഫ്ലക്ട് ദി ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് ദ ഹോംലെസ്. ഹിസ് ഇൻഡിഫറൻസ് ആൻഡ് എംബാരസ്മെൻറ്റ് സജസ്റ്റ് ദാറ്റ് മെനി പീപ്പിൾ മേ ഫീൽ അൺകംഫർട്ടബിൾ ഓർ അൺവില്ലിംഗ് ടു ഹെൽപ്പ് ദോസ് ഇൻ നീഡ്, ഓഫൺ ഇഗ്നോറിംഗ് ഓർ ഡിസ്മിസിങ് their struggles. We don't care for them. അല്ലേ? അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ സൊസൈറ്റിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും കാണിക്കുന്നത്. അല്ലേ? അങ്ങനെയുള്ള ഇല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ സഹായിക്കാനോ ഒന്നും തോന്നുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ അടുത്ത് നിൽക്കുമ്പോൾ എന്താണ്, ഒരു എംബാരസ്മെൻ്റ് ആണ് തോന്നുന്നത്, ഒരു ജാള്യതയാണ് തോന്നുന്നത്. അല്ലേ? ഹെൽപ്പ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളാരും അവരെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നത് യെസ്, ദ മാൻസ് ആക്ഷൻ റിഫ്ലക്ട് ദി ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി. ഓക്കെ, ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസസ് ഇൻ ദ സോങ് ആൻഡ് കംപ്ലീറ്റ്. അടുത്തത് ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ പോയറ്റിക് ഡിവൈസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആദ്യത്തെ കൊടുത്തിട്ടുണ്ട് റിഫ്രെയിൻ. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫസ്റ്റ് പോയറ്റിക് ഡിവൈസ് വരുന്നത് റിഫ്രെയിൻ ആണ്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു വേർഡ് അത് റെഗുലർ ഇൻ്റർവെൽസിൽ ഒരു നിശ്ചിത കാലയളവിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിഫ്രെയിൻ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ എന്ന് പറയാനാണെങ്കിൽ ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ആ ഒരു ലൈന് അപ്പോൾ ആ ഒരു സോങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് റിഫ്രെയിൻ എന്ന് പറയാം. അതിൻ്റെ പർപ്പസ് എന്താണ്? ടു സ്ട്രെസ് ദ പോയിന്റ് ബൈ റിപ്പീറ്റിംഗ്. ആ ഒരു പോയിന്റ്, ആ ഒരു കാര്യത്തിന് ഊന്നൽ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഫ്രെയിൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇമേജറി ആണ്. ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മനസ്സിൽ ആ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമേജറി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഷീ ഹാസ് ഗോട്ട് ദ ബ്ലിസ്റ്റേഴ്സ് ഓൺ സോൾസ് ഓഫ് ഹെർ ഫീറ്റ്. അല്ലേ? അവളുടെ കാലിൽ മുഴുവൻ അങ്ങനെയുള്ള കുമിളകൾ പോലെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിത്രം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്? ടു ഇംപ്രസ് ദ ലിസണേഴ്സ് വിത്ത് എ വിവിഡ് ഇമേജ്. ഓക്കെ, നെഫോറയാണ് എ വേർഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് റിപ്പീറ്റഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ടു ഓർ മോർ ക്ലോസസ്. ഒരു വേർഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എനഫോറ എന്ന് പറയുക. അതെന്താണ്? അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. അതാണ് എക്സാമ്പിൾ വരുന്നത്. എംഫസൈസസ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പ്രിവിലേജ് ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട്. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനഫോറ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെറ്റഫർ എന്താണ്? കമ്പാരിസൺ ഓഫ് ടു അൺറിലേറ്റഡ് തിങ്സ്. ഒട്ടും തന്നെ സാദൃശ്യമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് ഒട്ടും തന്നെ സാദൃശ്യമില്ലാത്ത കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മെറ്റഫർ എന്ന് പറയുക. കമ്പാരിസൺ ഓഫ് ടു അൺറിലേറ്റഡ് തിങ്സ് ആണ് ഈ ഒരു സോങ്ങിൽ എക്സാമ്പിൾ വരുന്നത്. ഏതാണ്? അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. അതാണ് എക്സാമ്പിൾ വരുന്നത്. പാരഡൈസ് ഇസ് metaphorically used to contrast between the privileged and the homeless. പ്രിവിലേജ്ഡ്, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് എന്താണ്? അടുത്തത് ഡു ദ മാൻസ് ആക്ഷൻസ് റിവീൽ ദ ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് ദ ഹോംലെസ്, ഗിവ് റീസൺസ്. ആ ഒരു മനുഷ്യൻ ആ സ്ത്രീ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോകുന്നുണ്ട്. അത് ഈ സൊസൈറ്റിയുടെ മൊത്തം ആറ്റിറ്റ്യൂഡാണോ കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ഉത്തരം വരുന്നത്. യെസ്, എ മാൻസ് ആക്ഷൻ റിഫ്ലക്ട് ദി ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് ഹോംലെസ്. ആ ഒരു മനുഷ്യൻ കാണിച്ച പോലെ തന്നെയാണ് സൊസൈറ്റിയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഇങ്ങനെ ഹോംലെസ് ആയിട്ട് ഒരു അഭയമില്ലാത്ത ആൾക്കാരോട് പെരുമാറുന്നത്. ഹിസ് ഇൻഡിഫറൻസ് ആൻഡ് എംബാരസ്മെന്റ് സജസ്റ്റ് ദാറ്റ് മെനി പീപ്പിൾ മേ ഫീൽ അൺകംഫർട്ടബിൾ ഓർ അൺവില്ലിംഗ് ടു ഹെൽപ്പ് ദോസ് ഇൻ നീഡ്, ഓഫൺ ഇഗ്നറിങ് ഓർ ഡിസ്മിസിങ് ദെയർ സ്ട്രഗിൾസ്. വി ഡോണ്ട് കെയർ ഫോർ ദം. എന്താണ്? ഇങ്ങനെയുള്ള ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരോട് എന്താണ്, നമുക്കൊരു പുച്ഛ മനോഭാവമാണ് അല്ലേ? നമുക്ക് അവരുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു ജാള്യതയാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ കംഫർട്ടബിൾ അല്ല അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് ഉള്ളപ്പോൾ. ഓക്കെ, അപ്പോൾ അവർക്കൊരു സഹായം നൽകാനും നമ്മൾ തയ്യാറല്ല. അവരെ നമ്മൾ പാടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ബുദ്ധിമുട്ടുകളെ നമ്മൾ കണക്കിലെടുക്കുന്നേ ഇല്ല. നമ്മൾ അവരെ ഒട്ടും കെയർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. The central theme of the song Another Day in Paradise is social indifference to the poor and homeless. Write a brief appreciation. നിങ്ങളോട് സോങ്ങിൻ്റെ ഒരു അപ്രീസിയേഷൻ എഴുതാൻ പറയുന്നുണ്ട്, അതിൻ്റെ തീമിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. Another Day in Paradise is a thought-provoking song that highlights the issue of social indifference towards the poor and homeless. The song's theme is conveyed through powerful imagery and poetic devices, creating a vivid picture of the struggles faced by those in need. Another Day in Paradise എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള ഉച്ചനീചത്വങ്ങൾ
അല്ലെങ്കിൽ എന്താണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമാണ് കാണിക്കുന്നത്. അതിൽ പവർഫുൾ ആയിട്ടുള്ള ഇമേജറിയും പോയറ്റിക് ഡിവൈസസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പാവപ്പെട്ട ആൾക്കാർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്നാണ് ഈ സോങ്ങിൽ നമുക്ക് കാണിച്ചത്. ഇനി അപ്രീസിയേഷനാണ് എഴുതുന്നത്, അതുകൊണ്ട് തന്നെ പോയറ്റിക് ഡിവൈസസും ഇമേജറിയും ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇമേജറിയാണ് എഴുതുന്നത്. ദ സോങ് യൂസസ് ദി ഇമേജറി സച്ച് ആസ് ഷി ഗോട്ട് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സോൾസ് ഓഫ് ഹെർ ഫീറ്റ് effectively conveys the hardship faced by the homeless. The refrain, "Oh, think twice, cause it's another day for you and me in paradise," serves as a reminder to appreciate the comforts we have and to be mindful of those who are less fortunate. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജറി എന്ന് പറയുന്നത് കാലിലൊക്കെ ആ ബ്ലിസ്റ്റേഴ്സ്, ആ പോളം പോലെ വരുന്നതും അവൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകളും വേദനയൊക്കെയാണ്. അതുപോലെ തന്നെ റിഫ്രെയിനും യൂസ് ചെയ്യുന്നുണ്ട്. തിങ്ക് ട്വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള റിഫ്രെയിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സുഖത്തിനും സൗകര്യത്തിനും ഒക്കെ എപ്പോഴും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം അല്ലേ. കാരണം അത്രയൊന്നും സൗകര്യങ്ങൾ അത്ര പോലും സൗകര്യമില്ലാതെ ഒന്ന് ജീവിക്കാൻ, ഒന്ന് കിടക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ സോങ്സ് പോയറ്റിക് ഡിവൈസസ് ആഡ് ഡെപ്ത് ആൻഡ് ഇമോഷൻ ടു ദ ലിറിക്സ്. The contrast between the paradise and the harsh reality of the homeless woman's life is a powerful commentary on social difference. ഇവിടെ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ആ സോങ്ങിൻ്റെ ഇമോഷനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാരഡൈസ് എന്ന് പറയുന്നുണ്ട്. പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സൗകര്യത്തിന് നമുക്ക് വേണമെങ്കിൽ പാരഡൈസ് എന്ന് പറയാം. പക്ഷെ മറ്റൊരാൾക്ക് കിടക്കാൻ എന്താണ്, ഒരു വീട് പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റിയിലുള്ള ഇൻഡിഫറൻസിനെ പറ്റിയും ഈ കവിതയിൽ പറയുന്നുണ്ട് അല്ലേ. ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണ് സമ്മപ്പ് ചെയ്യുന്നത്? ഓവറോൾ അനദർ ഡേ ഇൻ പാരഡൈസ് ഈസ് എ മൂവിങ് സോങ് ദാറ്റ് എൻകറേജസ് ലിസണേഴ്സ് ടു റിഫ്ലക്റ്റ് ഓൺ ദെയർ ആക്ഷൻസ് ആൻഡ് കൺസിഡർ ദി നീഡ്സ് ഓഫ് അതേഴ്സ്. ഇറ്റ്സ് തോട്ട് പ്രൊവോക്കിംഗ് തീം ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് പോയറ്റിക് ഡിവൈസസ് മേക്ക് ഇറ്റ് എ ടൈംലെസ് ക്ലാസിക്. അപ്പോൾ ഓവറോൾ ഫുള്ളായിട്ട് എന്താണ് നമ്മുടെ അനദർ ഡേ ഇൻ പാരഡൈസ് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളോട് തന്നെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് നോക്കുക അല്ലേ. നമ്മുടെ അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുള്ള കാര്യം കൂടി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൊറിയോഗ്രാഫിയൊക്കെ നിങ്ങളോട് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട് ക്ലാസ്സിൽ തന്നെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്